ഇന്ന് നമുക്ക് ഇഡ്ഡലിക്കും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദുള്ളൊരു തേങ്ങാ ചട്നിയുടെ റെസിപ്പി നോക്കാം. തേങ്ങാ ചട്നി നമ്മൾ സാധാരണ എല്ലാവരും തയ്യാറാക്കുന്നതാണ്. പക്ഷേ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2-3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 2 വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയും കൂടി. ഇനി ഇതിലേക്ക് കുറച്ച് ടേസ്റ്റൊക്കെ കൂടാനും നല്ലൊരു കൊഴുപ്പും കൂടി നമ്മളുടെ ചമ്മന്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നിറയെ കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത കപ്പലണ്ടി തോല് കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചമ്മന്തിയിൽ തേങ്ങയ്ക്കൊപ്പം കപ്പലണ്ടിയും കൂടി ചേർത്തരച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ചെറിയൊരു തരിതരിപ്പോട് കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരുവത്തിൽ ചെറിയൊരു തരിതരിപ്പ് മാത്രം നിർത്തിക്കൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാനൊന്ന് ചൂടാവാൻ വെച്ചത്. ചൂടായ ശേഷം 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടി. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയും കൊഴുപ്പും മണവും ഒക്കെയുള്ള നല്ലൊരു തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കി കഴിക്കാറുള്ള തേങ്ങാ ചട്നി ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.